2 ദിവസമായിട്ട് ഉമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഒന്ന് നിൽക്കാൻ വരുമെന്ന് ചോദിച്ചിട്ട്. ഞാൻ നിൽക്കാൻ പോവാറില്ല, കാരണം ഉമ്മാനെ കണ്ട് മടങ്ങാന്നല്ലാതെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിൽക്കാൻ പോവാറില്ല. അപ്പോൾ ഇന്ന് വണ്ടൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോവാണ് കേട്ടോ. നിലമ്പൂരിലേക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇല്ലാതെ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയിട്ടുള്ള ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പോവേണ്ടി എന്നാൽ പോവുന്നെ വേണമല്ലോ. അപ്പോൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏകാന്തമായിരുന്ന് ബസ്സിലെ പാട്ടൊക്കെ കേട്ട് പുറത്തേക്കൊക്കെ നോക്കി യാത്ര ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുകയാണ് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ അത് ഒരുപാട് ഓർമ്മകൾ വരുമല്ലോ നമുക്ക് പാട്ടൊക്കെ കേൾക്കുമ്പോൾ. നമ്മുടെ കുട്ടിക്കാലം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് സങ്കടപ്പെടുത്തുന്നതും സന്തോഷമുള്ള അനുഭവങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ യാത്ര ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം നിലമ്പൂരിൻ്റെ മണ്ണിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പഴയ ഓർമ്മകളൊക്കെ വന്നേ. അങ്ങനെ കടയിൽ നിന്നൊരു ഗാലക്സിയൊക്കെ വാങ്ങിയിട്ട്, ഗാലക്സി വാങ്ങി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വീണ്ടും ഒരു ബസ് കയറണം. അപ്പോൾ വെറുതെ ഇരിക്കണമെന്ന് എഴുതിയൊരു മിഠായിയൊക്കെ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ബസ് കയറി ഞാൻ ഓട്ടോയിൽ കയറി കേട്ടോ. ബസ് കയറി ഇറങ്ങി റെയിൽവേയിൽ ഇറങ്ങിയിട്ട് ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ മദ്രസയിലേക്ക് പോയ വഴികൾ, അതേപോലെ മദ്രസ, സ്കൂള്, അങ്ങനെ നടപ്പാതകൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ആ കുട്ടിക്കാലവും നമ്മുടെ ആ ഒരു എന്താ പറയുക നല്ല കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് പോയി കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലേക്കൊന്നും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നമ്മൾ വന്ന് നിൽക്കാറൊന്നുമില്ലല്ലോ. അങ്ങനെ ആ ഒരു എന്താ പറയുക ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനിപ്പോഴാണ് അനുഭവിച്ചറിഞ്ഞു കേട്ടോ. കാരണം വെച്ചാൽ ഇങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല ഞാൻ. കാരണം ആരെങ്കിലും കൂടെ ഉണ്ടാവും, അങ്ങനെ ഒറ്റയ്ക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ അവിടെ ഓട്ടോ ഇറങ്ങി എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടത്. അപ്പോൾ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ബ്രദറിൻ്റെ കുട്ടീൻ്റെ അവിടെ ദൂരെ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടേ. അവിടെ ഓടി വരുന്നുണ്ട് കേട്ടോ. ഓടി വന്നു. ആ സന്തോഷത്തോടു കൂടി നമ്മൾ വീട്ടിലേക്ക്